10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തി 400 സീറ്റിലധികം നേടുമെന്നായിരുന്നു മോദിയുടെയും ബിജെപിയുടെയും പ്രധാന അവകാശവാദം. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ NDA പ്രചരണത്തിന്റെ ഗതി മാറി. അതോടെ വലിയ ആത്മവിശ്വാസത്തോടെയും അവകാശവാദങ്ങളോടെയും വന്ന മോദി സർക്കാർ ഇപ്പോൾ ആത്മവിശ്വാസത്തിൽ പിറകിലാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രചരണ ആയുധം. മുൻകാലത്ത് കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് വഴിവിട്ട് സ്വത്തുക്കൾ നൽകാൻ ശ്രമിച്ചെന്ന് തുടങ്ങി ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയാൽ രാമക്ഷേത്രം തകർക്കുന്നതിലേക്കെത്തി മോദിയുടെ പ്രചരണം. എന്നാൽ പ്രധാനമന്ത്രിക്കും ബിജെപിക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നാണ് ഈ പ്രചരണങ്ങളെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിന് ഫലം പകരുന്നതായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് നേടുമെന്ന അവകാശവാദത്തിൽ നിന്ന് മോദി പിന്തിരിയുന്നതാണ് അഭിമുഖത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നോ തോൽക്കുമെന്നോ താൻ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. 400-ലധികം സീറ്റ് നേടുമെന്ന് ആദ്യം പറഞ്ഞത് ജനങ്ങളാണെന്നും അഭിമുഖത്തിൽ മോദി വിശദീകരിക്കുകയുണ്ടായി. ഇതിനിടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചുവടുമാറ്റവും പ്രതിപക്ഷ മുന്നണിക്ക് കൂടുതൽ ഊർജം പകർന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യ സഖ്യം സംബന്ധിച്ച് പലതവണ നിലപാട് മാറ്റിയ മമത കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സഖ്യം അധികാരത്തിലേറിയാൽ തന്റെ പദ്ധതി എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ കോൺഗ്രസിന് 40 സീറ്റുകളെങ്കിലും നേടാനാകുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ മമത വോട്ടെടുപ്പിന്റെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു മമതാ ബാനർജി. കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ അവർ തീരുമാനിച്ചത്. പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ പറഞ്ഞത്. ബിജെപി പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണയുണ്ടാവുമെന്നും അവർ അറിയിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മമത ശക്തമായ ഈ പരാമർശം നടത്തിയത്. കോൺഗ്രസും CPM-ഉം ബിജെപിയെ ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു. ഇന്ത്യ സഖ്യവുമായി ഉടക്കി നിന്ന മമതയുടെ നിലപാട് മയപ്പെടുത്തലിൽ പ്രതിപക്ഷ സഖ്യം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. എന്നാൽ മമതയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ 2 കാരണങ്ങളാണ് പ്രധാനമായും സംശയിക്കുന്നത്. ഒന്ന്, കോൺഗ്രസുമായുള്ള അകൽച്ച കുറയ്ക്കുക. രണ്ടാമത്തേത്, ഇന്ത്യ സഖ്യത്തിന് അധികാരം ലഭിക്കാനുള്ള സാധ്യതകൾ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനമടക്കം ആവശ്യപ്പെട്ടുള്ള വിലപേശലിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമാണ് പുറത്തുനിന്നുള്ള പിന്തുണയെന്ന മമതയുടെ പ്രസ്താവനയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും വോട്ടെടുപ്പ് തിങ്കളാഴ്ച പൂർത്തിയായതോടെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇവയ്ക്ക് പുറമെ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ്, പുതുച്ചേരി സ്ഥലങ്ങളിലെയുമായി 131 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇതിനോടകം 19 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് വരും ഘട്ടങ്ങളിൽ പ്രധാനമായുള്ളത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തോടെ പൂർത്തിയാകും. 7ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇനിയും പകുതിയോളം സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട്. പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ സീറ്റുകൾ പരമാവധി കുറയ്ക്കാൻ കഴിഞ്ഞാലേ അധികാരം സ്വപ്നം കാണാൻ ഇന്ത്യ സഖ്യത്തിന് ആവുകയുള്ളൂ. രാജ്യത്ത് ബിജെപി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ് ഹരിയാന. കഴിഞ്ഞ തവണ 10-ൽ 10 സീറ്റും ബിജെപി ഇവിടെ തൂത്തുവാരിയിരുന്നു. ഇത്തവണ കർഷകരോഷത്തിന്റെ ചൂടറിഞ്ഞു വരികയാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും ബിജെപി നേതാക്കൾ. കർഷക സംഘടനകൾക്ക് ആധിപത്യമുള്ള പല ഗ്രാമങ്ങളിലേക്കും ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിയാനയിൽ ഭരണവിരുദ്ധ വികാരം മൂർച്ഛിക്കുന്നതിനിടെ സർക്കാരും പ്രതിസന്ധിയിലാണ്. സർക്കാരിനെ പിന്തുണച്ചിരുന്ന 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനൊപ്പം പോയിരുന്നു. ഏതായാലും 400 സീറ്റൊന്നും ബിജെപി ഇത്തവണ സ്വപ്നം കാണേണ്ടതില്ല. കാരണം അത്രയേറെയുണ്ട് ഭരണവിരുദ്ധ വികാരങ്ങൾ.